പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ 9-ാം തീയതി ചൊവ്വാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാത മന്യമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ പ്രഭാത മന്യയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങളാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞു. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് പാപത്തെ വെറുത്ത് നീതിയെ സ്നേഹിക്കുന്നു. പാപത്തെ വെറുത്ത് നീതിയെ സ്നേഹിക്കുന്നു. പാപത്തെ വെറുത്ത് നീതിയെ സ്നേഹിക്കണമെങ്കിൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ കർത്താവായ യേശുക്രിസ്തുവിനോട് നാം ഒരു പാപിയാണെന്ന് സമ്മതിച്ച് നമ്മുടെ പാപങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുവാൻ ഇടയാകണം. മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥനായ ഒരുവൻ, സകല മനുഷ്യർക്കും വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. അങ്ങനെയെങ്കിൽ ആ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന മധ്യസ്ഥനോട് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദരിച്ച് മാനസാന്തരപ്പെട്ട് അത് സ്തോത്രം ദൈവ നീതിയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ ഇടയാകണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ പാപത്തിൽ നിന്നും നീതിയിലേക്ക് കടക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നമ്മുടെ പാപത്തിൻ്റെ കറയെ കഴുകിക്കളയുവാൻ ഈ ലോകത്തിലുള്ള യാതൊരു വസ്തുക്കളെ കൊണ്ടും കഴിയുന്നത് അല്ല. പിന്നെയോ നിഷ്കളങ്കനും നിർദോഷിയുമായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ കുഞ്ഞാടിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപത്തിൻ്റെ കറയെ കഴുകിക്കളയുവാൻ കഴിയുകയുള്ളൂ. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. സ്തോത്രം. ഇവിടെ പത്രോസ് ശ്ലീഹ അവിടെ കൂടി വന്ന ജനങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ അത് കേട്ടവരുടെ ഉള്ളിൽ, മനസ്സിൽ, ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ ഇടയായിത്തീർന്നു. ആ കുത്തുകൊണ്ടവര് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട സംഭവം മാത്രമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വചനം അറിയിച്ചപ്പോൾ സ്തോത്രം അവിടെ കൂടി നിന്നവരുടെ സ്തോത്രം ആ ഒരു സ്വഭാവ വ്യത്യാസം നമുക്കിവിടെ കാണുവാൻ ഇടയായിത്തീരും. അതായത് ലൂക്കോസ് 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, ലൂക്കോസ്
3-ാം അധ്യായം 10-ാം വാക്യത്തിൽ, അതായത് സ്വാപക യോഹന്നാൻ വരുവാനിരിക്കുന്ന ആ ന്യായവിധിയെക്കുറിച്ച്, ദൈവത്തിന്റെ കോപത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ സ്തോത്രം അവിടെ കേട്ടുനിന്നവര് സ്തോത്രം അവർ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അവർ നല്ല മറുപടിയാണ് ലഭിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ, ആ വരാനിരിക്കുന്ന ആ ന്യായവിധിയെ കുറിച്ച് കേട്ടപ്പോൾ നല്ലൊരു മറുപടി അവിടെ കേൾക്കാനിടയായിത്തീർന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. വേറെ എഴുത്ത് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 54-ാം വാക്യത്തിൽ അവിടെയും ഇതുപോലെ ദൈവത്തിന്റെ ദാസനായ സ്തെഫാനോസ് ദൈവത്തിന്റെ വചനം അതിശക്തിയോടെ പ്രസംഗിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. എന്നാൽ അത് കേട്ടവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 54-ാം വാക്യം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അപ്പൊ ഇങ്ങനെയുമുള്ള ഒരു കൂട്ടര് ഉണ്ട്. സ്തോത്രം. ആമേൻ. നല്ലതുപോലെ പ്രതികരിക്കുന്ന കൂട്ടരുമുണ്ട്. നേരെ മറിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പല്ല് കടിച്ച് കോപാകുലരാകുന്ന ഒരു കൂട്ടരും വേറെയുണ്ട്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തില് പത്രോസ് അപ്പോസ്തലന്മാർ കൂടെ ചേർന്ന് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം കേട്ടവരുടെ പ്രതികരണം അവിടെ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5:33. ഇത് കേട്ടപ്പോൾ അവര് കോപപരവശരായി അവരെ ഒടുക്കിക്കളയുവാൻ ഭാവിച്ചു. അപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ആ അപ്പോസ്തലന്മാരെ ഒടുക്കിക്കളയുവാനായിട്ട് അവർ ഭാവിക്കുന്നു. നോക്കണമേ. അപ്പൊ ദൈവത്തിന് ഭയം കേൾക്കുമ്പോൾ പല രീതിയിലുള്ള പ്രതികരണങ്ങളെ നമുക്കിവിടെ കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഒന്ന്, നല്ല മനസ്സോടെ ഏറ്റെടുക്കുന്നവർ. 2, ദൈവത്തിന് ഭയം കേൾക്കുമ്പോൾ കോപാകുലരാകുന്ന ജനങ്ങൾ. 3-ാമത്തെ ജനങ്ങൾ ദൈവത്തിന്റെ ഭയം കേൾക്കുമ്പോൾ അവരെ ഒടുക്കിക്കളയുവാൻ അഥവാ കൊല്ലുവാൻ തുനിയുന്ന ജനങ്ങൾ. ഇങ്ങനെ 3 വിഭാഗത്തെ നമുക്കിവിടെ കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ ഇതാ സ്തോത്രം. അത് അപ്പോസ്തലപ്രവൃത്തി അതിന്റെ നമ്മൾ വായിച്ചതുപോലെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശ്രേഷ്ഠം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഈ വാക്ക് കേട്ടവര് എന്ത് ചെയ്തു? അതേ സ്തോത്രം. ആമേൻ. അവർ 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സ്തോത്രം. അപ്പോൾ പാപത്തെ വെറുത്ത് നീതിയെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. പാപങ്ങൾ യേശുക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഉപേക്ഷിക്കുവാൻ ഇടയാകണം. ആ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ, കൽപ്പനകൾ നാം അനുസരിച്ച് ജീവിക്കുമ്പോൾ നീതിയിൽ ജീവിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ നീതിയിൽ ജീവിക്കുന്നവർക്ക് ഒരു ജീവകിരീടം ദൈവം വെച്ചിട്ടുണ്ട്, നിത്യജീവൻ ദൈവം വെച്ചിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ നിത്യജീവൻ പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ആ നിത്യജീവൻ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആരെങ്കിലും അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവരും ജീവന്റെ കൂട്ടവാസത്തെ അങ്ങ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം കർത്താവ് യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.